ഗൈസ് വരുന്ന വഴിക്ക് വണ്ടിയുടെ ബ്രേക്ക് ഊരിപ്പോയി. വേണ്ട ഇവിടുന്ന് ഇത് വേണ്ട നോ ബ്രേക്ക് ഊരി കയ്യിലെടുത്ത് കേട്ടോ. ബ്രേക്ക് ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് വേണ്ട ഗൈസ് നമ്മൾ പോവുകയാണ്. ഇത് ഫിഷും അതുപോലെ തന്നെ ചിക്കൻ്റെ ഫീറ്റും ഗ്രീനും കൂടെ ഇട്ട കറിയാണ് കേട്ടോ. ഗൈസ് നമ്മൾ അവരെ കാണാൻ വേണ്ടി വന്നായിരുന്നു. അവരെല്ലാം കണ്ട് നമ്മളിനി ഇവിടുന്ന് പോവാണ്. സോ ഇന്നത്തെ ദിവസം ഇപ്പോൾ കാലാവസ്ഥയൊക്കെ നല്ല തോർന്ന് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങോട്ടുള്ള യാത്ര എങ്ങനെയാണെന്ന് അറിയത്തില്ല. സോ എനിവേ യു ആർ ഗോയിങ് ഫ്രം ഹിയർ ടു some other place. Bye bye. Oi sir. Oh God. Okay, tracking. I want to get down? No, you do that. She's sleeping. ഈ റൂട്ടിലൊക്കെ വെള്ളം കയറുന്ന കേട്ടോ. അത് ഇവിടുത്തെ സൈഡിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മഴവെള്ളം കയറിയിട്ട് മഴ വരുമ്പോഴത്തേക്കിനും ഇവിടെ വെള്ളം പൊങ്ങുന്ന കേട്ടോ. ഗൈസ് വരുന്ന വഴിക്ക് വണ്ടിയുടെ ബ്രേക്ക് ഊരിപ്പോയി. വേണ്ട ഇവിടുന്ന് ഇത് വേണ്ട നോ ബ്രേക്ക് ഊരി കയ്യിലെടുത്ത് കേട്ടോ. ഇനിയും ബ്രേക്ക് ഇല്ലാതെയാണ് നമ്മൾ പോകുന്നത്. ബൈക്ക് ബ്രേക്ക് ഇല്ലാതെ. ഇതേണ്ട ഇവിടെയുള്ള റോബോൾട്ട് മിസ്സിങ് ആണ്. സോ ഫ്രണ്ട് ബ്രേക്ക് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് ലൈറ്റായിട്ട് സെറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തിട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ ഇത്തരം സിറ്റുവേഷൻ. സോ ബൈക്ക് ബ്രേക്ക് നോ ബൈക്ക് ബ്രേക്ക്. സോ നോ വറി നമ്മൾ പോവുകയാണ് ഗൈസ്. വണ്ടിയുടെ കണ്ടീഷൻ ഈ നിലയിലെത്തി കേട്ടോ. സോ ലെറ്റ് ഗോ. ബ്രേക്ക് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് വേണ്ട ഗൈസ് നമ്മൾ പോവുകയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്നാലും സ്പീഡിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. ഒള്ളി ഫ്രണ്ട് ബ്രേക്ക് പിന്നെ ഗിയർ. സോ ഗൈസ് നമ്മൾ വെള്ളത്തിൽ കൂടെ ഇപ്പോൾ ക്രോസ് ചെയ്യുന്നത്. റോഡിലൂടെ വെള്ളം ഫുള്ള് കയറിയിരിക്കുകയാണ്. വെള്ളത്തിൽ കൂടെ ക്രോസ് ചെയ്യണം. റോട്ടി ഫുള്ള് വെള്ളമാണ്. ഗൈസ് നമ്മൾ വരുന്ന വഴിക്കുള്ള കാഴ്ചയാണ്. നമുക്ക് റോഡ് നിറഞ്ഞ് വെള്ളം കിടക്കുകയാണ്. റോട്ടിൽ കൂടെ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ നമ്മളത് ക്രോസ് ചെയ്താണ് പോകുന്നത്. അത് ചെറിയൊരു പാലം പോലെ കണ്ടോ. അതും ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഫുള്ള് റോട്ടിൽ കൂടെ വെള്ളമാണ്. അത് ഇവിടെ എല്ലാം ഇവിടെ നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഇവിടെ എല്ലാം വെള്ളമാണ്.
സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൂര്യൻ്റെ അരുണകിരണങ്ങൾ നോക്കുക, എത്ര മനോഹരമായിട്ടുള്ള കാഴ്ച. ആ മഴയോടൊപ്പമുള്ള സൂര്യൻ്റെ അസ്തമനവും എല്ലാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. നമ്മൾ യാത്ര ചെയ്താൽ എത്തിയിട്ടില്ല, നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ചെറിയ മഴയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് മഴ പെയ്യും, ഇടയ്ക്കിടയ്ക്ക് മഴ തോരും. അങ്ങനെ ഒരു കാലാവസ്ഥയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ താമസിച്ച അതേ ഇടത്ത് തന്നെയാണ് താമസിക്കാനായിട്ട് സാധ്യത. എന്നാലും നമുക്ക് അവിടെ എത്തുമ്പോഴത്തേക്കിനും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം ഗൈസ്. കിഴക്ക് സൂര്യൻ ഉദിക്കുന്നതും പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നതും എന്നും ഒരു കാഴ്ച തന്നെയാണല്ലേ. എന്നും നമ്മളെ വർണ്ണ ഭംഗിയിലേക്ക് ആഴ്ത്തുന്ന ആ ഹരിത മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ആ പച്ചപ്പിന് നടുവിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതും ആ മനോഹരമായ കാഴ്ചയാണ്. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, എത്ര വർണ്ണിച്ചാലും മതിയാവാത്ത ആ മനോഹരമായ കാഴ്ച. നമ്മുടെ യാത്രയിൽ ഇതുവരെ മണ്ണിട്ട റോഡ് ഇല്ലെങ്കിൽ കട്ടറുള്ള റോഡ് അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴും ആ റോഡുകൾ തന്നെ തുടരുന്നുണ്ട്. നമുക്ക് ഇവിടെ വീണ്ടും തകർന്നരിപ്പണമായി കിടക്കുന്ന റോഡുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ സൈഡിലൂടെ നമ്മളൊരോരം പറ്റി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് 8 കിലോമീറ്ററും കൂടെ ഇപ്പോൾ നമ്മൾ ബാർക്ലിവേ ബൗണ്ടറിയിലേക്ക്, ഗ്രാൻഡ് ഗ്രൂ കൗണ്ടിയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് 8 കിലോമീറ്ററും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാർക്ലിവേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തും കേട്ടോ. ഇവിടുന്ന് 8 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നമ്മൾ ഏകദേശം എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുന്ന അതാണ് പുതിയ അപ്ഡേഷൻ. നമ്മളങ്ങനെ ബാർക്ലിവേ എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ പാലം കടന്ന് നമ്മൾ അക്കരെ എത്തുമ്പോൾ ബാർക്ലിവേ സിറ്റിയിലേക്ക് എത്തുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയത്തില്ല, ആ താമസ സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. ഈ ബാർക്ലിവേയുടെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ഗ്രൂ കൗണ്ടിയുടെ തലസ്ഥാനമാണ് ബാർക്ലിവേ കേട്ടോ. അപ്പം ഈ എന്ന് പറയുന്ന നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് വന്ന നദിയുടെ തീരത്തായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ് ഈ ബാർക്ലിവേ നഗരം. വടക്ക് പടിഞ്ഞാറുള്ള കാൻവീക്കൻ എന്ന പ്രദേശത്ത് നിന്നും തെക്ക് കിഴക്കുള്ള പ്ലീബോയിലേക്കുള്ള വഴിയും ബിസിനസ്സസ് അതുപോലെ തന്നെ ഗ്രാൻഡ്സസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വഴിയും ഇവിടെ ബാർക്ലിവേയിലാണ് സംഗമിക്കുന്നത്. ഇതിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ എഡ്വിൻ ബാർക്ലിവേ എന്ന് പറയുന്ന പ്രസിഡൻ്റാണ് പരസ്പരം പോരടിച്ച് കഴിഞ്ഞിരുന്ന 4 വ്യത്യസ്ത ഗ്രാമങ്ങളെ സംയോജിപ്പിച്ച് ഒരു ടൗൺഷിപ്പ് ആക്കിയത് കേട്ടോ. നദിയുടെ വടക്ക് പടിഞ്ഞാറ് ആയി സ്ഥിതി ചെയ്യുന്ന സീറ്റാർ, കെയ്ക്കൻ, വാക്പോക്കൺ എന്ന ഗ്രാമങ്ങളും നദിയുടെ തെക്കുവശത്തുള്ള ടോപ്പോർ എന്ന ഗ്രാമവും സ്ഥിതി ചെയ്യുന്നു. ഈ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്ന ഈ ഗ്രാമങ്ങളെ ഈ പ്രസിഡൻ്റാണ് സംയോജിപ്പിച്ച് ഒരു ടൗൺഷിപ്പാക്കി മാറ്റിയത്. ഈ ഗ്രാമങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ശമിപ്പിക്കാൻ അദ്ദേഹം മുൻകൈ എടുക്കുകയും അതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ടൗൺഷിപ്പിന് അദ്ദേഹത്തിൻ്റെ പേര് വരികയും ചെയ്തത് കേട്ടോ. ഒത്തിരി ചരിത്രമുറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം. പ്രധാന നഗരങ്ങളിൽ നിന്നും ഉള്ളിലായിട്ടുള്ള ഈ പ്രദേശത്തിൻ്റെ പ്രാദേശിക ഭാഷ എന്ന് പറയുന്നത് പ്ലിയോ എന്ന് പറയുന്ന ഭാഷയാണ്. പിന്നെ ഇംഗ്ലീഷ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ബാർക്ലിവയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഇവിടെ ടാർ ചെയ്ത് നമുക്ക് വേണ്ടി പാർസൽ കാത്തിരിക്കുന്നു ഗൈസ്. വിചിത്രമായിട്ടുള്ളൊരു സംഭവം കണ്ടോ, ഈ ഭാഗമൊക്കെ ടാർ ചെയ്ത് കേട്ടോ. നേരത്തെ ഇവിടെ നിന്ന് ടാറൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, ഇവിടെയൊക്കെ ടാർ ചെയ്തു കേട്ടോ. അത് ഭയങ്കര സംഭവമായിട്ടുണ്ട്. ഇതുണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് ടാർ ചെയ്തിട്ടില്ലായിരുന്നു, ഇവിടെ എല്ലാം ടാർ ചെയ്ത് നീറ്റാക്കി അടിപൊളിയാക്കി ഗൈസ്, സെറ്റപ്പാക്കി. ഇതാണ് പാസ്റ്റർ വീട്, നമ്മുടെ ഏരിയ ഇതൊക്കെയാണ് ഗൈസ്. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന സിൽവർ കീ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ താമസിച്ച ഹോട്ടലിലെത്തി കേട്ടോ. എനിക്ക് വേണ്ടി ഓട്ടീസ് ആഹാരം കൊണ്ടുവന്ന് തന്നു. ഇത് ഫിഷും അതുപോലെ തന്നെ ചിക്കൻ്റെ ഫീറ്റും ഗ്രീൻ ഗ്രെയിനും കൂടെ ഇട്ട കറിയാണ് കേട്ടോ. അത് ഞാൻ പിന്നെ എടുത്ത് ചോറ് ഡ്രൈ റൈസിനകത്തോട്ടിട്ട് ഇളക്കി ഒരൊറ്റ പിടിപ്പീരായിരുന്നു ഗൈസ്.